കേരളത്തിന്റെ ശബ്ദമാകാൻ നിലവിലെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് തിരുവനന്തപുരം മണ്ഡലത്തെ CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. തിരുവനന്തപുരത്തുകാർ ഇത്തവണ നന്മയുടെ വഴി തിരയും. ജന്മം കൊണ്ട് കണ്ണൂരെങ്കിലും കർമ്മം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. സ്ഥാനാർത്ഥിത്വം വലിയ ഉത്തരവാദിത്വവും വെല്ലുവിളിയുമാണ്. എന്നാൽ ജനങ്ങളുമായുള്ള ബന്ധം കൊണ്ട് അത് മറികടക്കാനാകുമെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. പ്രധാന മത്സരം UDF-ഉമായാണ്. ത്രികോണ മത്സരമായി കാണുന്നില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്ന് മാവേലിക്കരയിലെ CPI സ്ഥാനാർത്ഥി CA അരുൺകുമാറും പറഞ്ഞു. വിജയം സുനിശ്ചിതമാണെന്ന് അരുൺകുമാർ പ്രതികരിച്ചു. UDF സ്ഥാനാർത്ഥി ആരായാലും ഇടതു സംവിധാനങ്ങൾ ശക്തമാണ്. തന്റെ പേരിൽ തർക്കമുണ്ടോ എന്നറിയില്ല. ഞാൻ ഘടകങ്ങളിലില്ല. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായും നിർവഹിക്കുമെന്നും അരുൺകുമാർ പറഞ്ഞു. മാവേലിക്കരയിലാണ് ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIക്ക് വെല്ലുവിളി നേരിട്ട ഏക മണ്ഡലം. ജില്ലാ കൗൺസിലിന്റെ എതിർപ്പ് തള്ളിക്കളഞ്ഞാണ് CA അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉൾപ്പെടെ 3 പേരുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയാണ് CPI കൊല്ലം ജില്ലാ കൗൺസിൽ തയ്യാറാക്കിയത്. സംസ്ഥാന നേതൃത്വം പരിഗണിച്ചിരുന്ന അരുൺകുമാറിനെ പരിഗണിക്കാതെയും ഉൾപ്പെടുത്താതെയുമായിരുന്നു കൊല്ലം ജില്ലാ കൗൺസിൽ യോഗം സംസ്ഥാന നേതൃത്വത്തിന് പട്ടിക നൽകിയത്. എന്നാൽ ഈ പട്ടിക പൂർണ്ണമായും തള്ളിയാണ് അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. CPI ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗമാണ് CA അരുൺകുമാർ. AYF സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ഈ യുവ നേതാവ്.